ഇന്ന് ഞാനൊരു കടുമാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ മാങ്ങ എല്ലാ തൊലിയും കളയുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൊലി ചെത്തി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തുടച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഉപ്പ് പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ അതിന് ശേഷം നമ്മളിവിടെ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ചീൻചട്ടിയിലേക്ക് നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഞാനൊരു 24 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതോടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇളം ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഞാനിവിടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാ പിരിയൻ മുളകും പാണ്ടിമുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏരിയയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടുവും 1/2 ടീസ്പൂൺ ഉലുവായും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വിനാഗിരി. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോയിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്.